നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കാര്യം നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ കാണുകയാണ്. അതൊക്കെ ഒന്ന് നിർവഹിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ ഇന്ന് മഗ്രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് ഒരു 2 റക്അത്ത് ചെറിയൊരു നിസ്കാരം, ആ നിസ്കാരം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ രൂപം, അതിൻ്റെ കോലം, അതിൻ്റെ സൂറത്ത്, അതിന് ശേഷം ഈ നിസ്കാരത്തിന് ശേഷം ഒരു 11 വട്ടം ചെറിയൊരു സ്വലാത്ത്, 11 വട്ടം ചെറിയൊരു ഇസ്മ, ഇത്രേ ഉള്ളൂ. എല്ലാം കൂടി ഒരു 10 മിനിറ്റ് മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് നമ്മൾ പറഞ്ഞ് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എന്താണോ ആവശ്യം അത് നമുക്ക് ഹൈറാണെങ്കിൽ ആ ആവശ്യം അല്ലാഹു തആല നമുക്ക് നിർവഹിച്ച് തരും. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള, അത്രമാത്രം പ്രതിഫലമുള്ള ഒരുപാട് മഹത്തുക്കൾ സ്വഹാബിമാരുൾപ്പെടെ ഒരുപാട് പേര് നിസ്കരിച്ചൊരു നിസ്കാരമാണ്. ആ നിസ്കാരത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത്. അല്ലാഹു തആല ഈ നിസ്കാരം കൃത്യമായി നമുക്ക് നിസ്കരിക്കാനുള്ള തൗഫീക്ക് തരുമാറാവട്ടെ. ഇതെപ്പോഴും ആർക്കും എവിടെ വെച്ചും നിസ്കരിക്കാവുന്നതാണ്. ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാം, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് നിസ്കരിക്കാം. ഇത് റമദാനിലേക്ക് മാത്രമുള്ളതല്ല, എപ്പോഴുമുള്ള നിസ്കാരമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ, അത് ഏത് ആവശ്യമായിക്കോട്ടെ, ഹലാലായ ഏത് മുറാദ് ഹാസിലാവാൻ ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് നിങ്ങൾ ദ്വാരക്ക് അല്ലാഹു തആല വേഗത്തിൽ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതാണ് നിസ്കാരം, അതിൻ്റെ കൂടുതൽ വിശദീകരണം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യജീവിതത്തിൽ നമ്മളിൽ പല ആളുകൾക്കും പല കൺഫ്യൂഷൻ ഉണ്ടാകുന്ന 2 കാര്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2 കല്യാണ ആലോചന, നമ്മുടെ മക്കൾക്ക് 2 ആലോചന വന്നു. അപ്പോൾ ഇതാണോ വേണ്ടത്, ഇതാണോ വേണ്ടത്, ഏതായിരിക്കും നമുക്ക് ഖൈറെന്ന് അറിയില്ല. അതുപോലെ ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ഏത് കച്ചവടം വേണം, ഇത് വേണോ ഇത് വേണോ, ഹോട്ടൽ തുടങ്ങണോ അതോ വേറെ ബിസിനസ് തുടങ്ങണോ, ഇതിലേതാണോ നമുക്ക് ഖൈറായിട്ടുള്ളത്. അതുപോലെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അയാൾക്ക് 2 വീട് ഒരേ സമയം കണ്ടു, ഏത് വീടായിരിക്കും ഖൈർ. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട് അല്ലേ. ഏത് ആവശ്യമാണോ എനിക്ക് നല്ലത് എന്ന് അറിഞ്ഞിട്ട് ആ ആവശ്യം നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു നിസ്കാരം, ആ നിസ്കാരം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ദുആ വസിയത്തുകൾ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെല്ലാമുണ്ടോ അതെല്ലാം മാറ്റി ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധ സമാധാനവും ബറകാത്തുകളും നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ +2 പഠിക്കുന്ന, CAക്ക് പഠിക്കുന്ന, CMAക്ക് പഠിക്കുന്ന, അങ്ങനെ ഒരുപാട് കുട്ടികൾ, ഒരുപാട് വിദ്യാർത്ഥികൾ, അതല്ലാതെ ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ പല ആളുകളും ദുആ വസിയത്തായിട്ട് ചോദിച്ചതാണ്, ഉസ്താദെ, ഞങ്ങളുടെ ഈ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സഫലീകരിച്ച് കിട്ടാൻ എന്ത് ദുആയാണ് ഞങ്ങൾ പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഏത് ദിക്റാണ് പറയേണ്ടത്, ഏത് സ്വലാത്താണ് പറയേണ്ടത്. അങ്ങനെ പല ആളുകളും നിരന്തരമായി ഇങ്ങനെ കമൻറ്റ് എഴുതാറുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ വീട് പണി നടക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കല്യാണം അന്വേഷിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളില്ലാതെ വിഷമിച്ചിട്ട് ഒരുപാട് നാളായി കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയാണ് നമുക്കുള്ളത്. ഇന്ന് മഗ്രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് നിസ്കാരം, ഈ 2 റക്അത്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ട് ശേഷം ഒരു 11 വട്ടം ഇനി പറയാൻ പോകുന്ന ഒരു സ്വലാത്തും 11 വട്ടം അള്ളാഹുവിൻ്റെ ഒരു ഇസ്മും പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ മസ്റ്റാണ് അല്ലാഹു തആല ആ കാര്യം നമുക്ക് ഖൈറാണെങ്കിൽ അത് നടത്തിത്തരും. ആ നിസ്കാരത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് വിശദമായി പറയുന്നത്. പല ആളുകളും ഇപ്പം തന്നെ മനസ്സിൽ കരുതിയിട്ടുണ്ടാകും, എനിക്ക് ഒരു ലവ് ഉണ്ട്, ഒരു ലൈൻ ഉണ്ട്, അത് എന്താണ് സെറ്റ്, അത് സാധാരണ നമ്മുടെ മക്കളൊക്കെ, നമ്മുടെ കുട്ടികളൊക്കെ പറയും, ആ ലൈൻ ഒന്ന് സെറ്റായി കിട്ടാൻ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അവൻ തോക്കണം, ഞാൻ മാത്രം ജയിക്കണം, അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയായ അവനിക്കൊരു അസുഖം വരണം, അവൻ വണ്ടി ഇടിക്കണം,
അല്ലെങ്കിൽ അവൻ്റെ വീട് തകർന്നു പോകണം, അങ്ങനെ മോശപ്പെട്ട വേണ്ടാത്ത തരത്തിലെ മോശമായ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നിസ്കാരമല്ല, മറിച്ച് ഹലാലായ നല്ല ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് വേഗത്തിൽ കിട്ടാനുള്ള നിസ്കാരത്തെ പറ്റിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നിന്ന് പറയുന്നു, മൻ കാനത് ലഹു ഇലല്ലാഹി ഹാജ, ആർക്കെങ്കിലും അള്ളാഹുവിൽ നിന്ന് ഒരു ആവശ്യം വീട്ടിൽ കിട്ടാനുണ്ടെങ്കിൽ, അതായത് അള്ളാഹുവേ രോഗങ്ങൾ മാറ്റിത്തരണയല്ല, അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അള്ളാഹുവേ ഖൈറായ ഒരു ജോലി തരണയല്ല, അള്ളാഹുവേ ഖൈറായ ഒരു വിവാഹ ബന്ധം നീ എനിക്ക് തരണയല്ല, അള്ളാഹുവേ നല്ലൊരു വീട് നീ എനിക്ക് തരണയല്ല, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നല്ലൊരു ജോലി തരണയല്ല, നല്ല വാഹനം തരണയല്ല, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ അള്ളാഹുവിൽ നിന്നും നമുക്ക് കിട്ടാനുള്ളതാണ്. അള്ളാഹുവിൽ നിന്നും കിട്ടാനുള്ള ആ ആവശ്യങ്ങൾ വേഗത്തിൽ കിട്ടാനും, അല്ലെങ്കിൽ ഔ ഇലാ അഹദിൻ ബനി ആദം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു ആവശ്യം കിട്ടാനുണ്ടെങ്കിൽ, ഒരു വ്യക്തിയിൽ നിന്നും കുറച്ച് പൈസ കടം കെടുത്തിട്ടുണ്ട്, അത് വേഗത്തിൽ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പിട്ട് കിട്ടാനുണ്ട്, എന്തെങ്കിലും ഒരു സൈൻ ചെയ്ത് കിട്ടാനുണ്ട്, അത് കിട്ടിയാൽ നമുക്ക് വലിയ ഖൈറാണ്. അങ്ങനെ ഒരു മനുഷ്യനിൽ നിന്നും എന്തെങ്കിലും ഒരു ആവശ്യം കിട്ടാനുണ്ട്, അത് ദീനിയായ ആവശ്യമാവാം, ദുന്യവിയായ ആവശ്യമാവാം, അത് വീട് പണി, അല്ലെങ്കിൽ പ്രയാസം മാറൽ, രോഗം മാറൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷയുടെ റിസൾട്ട് വരൽ, അതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ളതാവട്ടെ, മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതാവട്ടെ, ആ ആവശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നബി തങ്ങൾ പറയുന്നു, നല്ല രൂപത്തിൽ ഒരുവൻ വുളുവെടുത്താൽ, അഹ്സനുൽ വുളു, നല്ല രൂപത്തിൽ, അതായത് ആ വുളു എടുക്കുമ്പോൾ അതിൻ്റെ സുന്നത്തും ആദാബും ഒക്കെ ഫർളും ഒക്കെ എടുത്ത് നല്ല മര്യാദക്ക് നല്ല രൂപത്തിൽ വുളുവെടുക്കുക. വുളുവെടുത്തിട്ട് 2 റക്അത്ത് അവൻ നമസ്കരിക്കുകയാൻ, 2 റക്അത്ത് അവൻ നമസ്കരിക്കുകയാൻ. ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം. പ്രത്യേകിച്ച് ഏറ്റവും നല്ല സമയം അത് ഇശാഇൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയമാണ്. മഗ്രിബ് നിസ്കരിക്കുക, മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റും സ്വലാത്തൊക്കെ പറയുക, ദുആ ചെയ്യുക. അത് കഴിഞ്ഞ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് മഗ്രിബിന് ശേഷം സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് നിസ്കരിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇശാഇൻ്റെ ഇടയിലുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നിസ്കരിക്കാം. അല്ലെങ്കിൽ രാത്രി എപ്പോഴെങ്കിലും എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ പകലിൽ നിസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഏറ്റവും നല്ല സമയം മഗ്രിബിന് ശേഷമുള്ള സമയമാണ്. ഓരോ പ്രവർത്തനത്തിലും ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹു തരുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഉളുവെടുത്ത്, പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, ഇത് പുരുഷന്മാർക്ക് നിസ്കരിക്കാം, സ്ത്രീകൾക്ക് നിസ്കരിക്കാം, ജമാഅത്തായിട്ടല്ല, ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു. ആദ്യമായി വേണ്ടത് നിയ്യത്താണ്. നിയ്യത്ത് എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്? 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം, അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഹാജത്ത് നിസ്കാരം, ഹാജത്ത് നിസ്കാരം കൂടിയത് 12 റക്അത്താൻ, ഒരു മീഡിയം ലെവല് 6 റക്അത്താൻ, കുറഞ്ഞത് 2 റക്അത്താൻ. ഏത് റക്അത്താണെങ്കിലും നിസ്കരിക്കാം. നല്ലത് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കലാണ്. തീരെ നിസ്കരിക്കാത്തതിനേക്കാൾ നല്ല 2 റക്അത്തെങ്കിലും നിസ്കരിക്കലല്ലേ. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം, അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, കൈ കിട്ടുക. അത് കഴിഞ്ഞിട്ട് വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് നമുക്കറിയാം, വജ്ജഹത്ത് ഓതുക. അത് കഴിഞ്ഞോ ഫാത്തിഹ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹ പൂർണ്ണമായും ഓതുക. അത് കഴിഞ്ഞ് ആദ്യത്തെ റക്അത്തിലാണല്ലോ നമ്മൾ ഉള്ളത്, സൂറത്തുൽ കാഫിറൂൻ. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. സൂറത്തുൽ കാഫിറൂൻ ഒരു പ്രാവശ്യം ഓതുക. അത് കഴിഞ്ഞ് റുകൂഅ് ചെയ്യുക, ഇഅ്തിദാൽ, പിന്നെയോ സുജൂദിലേക്ക് പോവുക. സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, വീണ്ടും സുജൂദ്, പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് വരുന്നു, അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. പിന്നെ റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, അതെല്ലാം കഴിഞ്ഞ് അത്തഹിയാത്തിൽ വരിക. അത്തഹിയാത്തിൽ ഇരിക്കുക.
അവസാനത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തമുണ്ടല്ലോ, ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. എന്നിട്ടോ അത്തഹിയാത്തും സ്വലാത്തും ശേഷമുള്ള ദുആയും പൂർണ്ണമായും പാരായണം ചെയ്യുക. അത് കഴിഞ്ഞ് സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അതേ ഇരിപ്പിൽ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ അതേ ഇരിപ്പിൽ തന്നെ, പറ്റുമെങ്കിൽ ചിലപ്പോൾ കാലൊക്കെ മരവിച്ചിട്ടുണ്ടാകും, അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും സൗകര്യം പോലെ ഇരിക്കാം, അതേ ഇരിപ്പിൽ തന്നെ ഇരിക്കലാണ് ഖൈർ. എന്നിട്ടോ 11 വട്ടം ഒരു സ്വലാത്ത്, അറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലാം. നമ്മളിവിടെ പറയാൻ പോകുന്നത് അദദു സ്വലാത്താണ്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 5 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന സ്വലാത്ത് അദദു സ്വലാത്ത്. ആ സ്വലാത്ത് ഒരു 11 വട്ടം പറയുക. അതിനുശേഷം 11 വട്ടം അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മു പറയുക. ഇൻഷാ അല്ലാഹ് അത് ഏത് ഇസ്മാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ സലാം വീട്ടി അതേ ഇരുത്തം തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് അദദു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. അദദു സ്വലാത്ത് ഒരു 11 വട്ടം. ഇത് കിട്ടുന്നില്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഇനി നാരിയത്ത് സ്വലാത്ത് അറിയാവുന്നവർ അതോതാം, അതുപോലെ താജു സ്വലാത്ത് അറിയാവുന്നവർക്ക് അതോതാം, അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ അറിയാവുന്നവർക്ക് അതോതാം, അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് അറിയുന്നവർക്ക് അതോതാം. ഏത് സ്വലാത്താണെങ്കിലും കുഴപ്പമില്ല. നമ്മളിവിടെ പറയുന്നത് അദദു സ്വലാത്താണ്. അപ്പോൾ സ്വലാത്ത് അദദു സ്വലാത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ നമ്മൾ പിന്നെ 11 വട്ടം ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ പറയുക. ഏതാണ് ആ ഇസ്മ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് കിട്ടാനല്ലേ നമ്മൾ നിസ്കരിച്ചത്. നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് കിട്ടാൻ ഏതാണ് ആ ഇസ്മ? യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്. കഴിവുള്ളവനെ, എൻ്റെ ഏത് ആഗ്രഹവും എൻ്റെ ഏത് ആവശ്യവും നിറവേറ്റി തരാൻ നിനക്ക് റബ്ബേ കഴിവുണ്ട്, എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ഞാൻ കഴിവുള്ള നിന്നോട് ചോദിക്കുന്നു, യാ ഖാദിറു യാ അല്ലാഹ് എന്ന് 11 വട്ടം പറയുക. എന്നിട്ട് നല്ല രൂപത്തിൽ ദുആ ചെയ്യുക. നല്ല പച്ച മലയാളത്തിൽ ദുആ എന്നാൽ മതി. അല്ലാഹുവേ പടച്ച റബ്ബേ. അപ്പം ദുആരക്കുന്ന സമയത്ത് ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ എന്ന് പറയാൻ നല്ലതാണ്. വേഗത്തിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കും ആ ഒരു വാക്ക് പറഞ്ഞാൽ. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അത് പഠിച്ചു വെക്കണം കേട്ടോ. എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും ആ ദുആ നമ്മൾ ആദ്യം കൊണ്ടുവന്നാൽ ദുആ വേഗത്തിൽ അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അത് കഴിഞ്ഞ് പിന്നെ റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹം ലനകൂനന്ന മിനൽ ഖാസിരീൻ. പിന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത്രയും അറബി പറയുക. പിന്നെ മലയാളത്തിൽ അല്ലാഹ് റബ്ബേ പടച്ചോനെ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് ആവശ്യങ്ങളൊക്കെ അല്ലാഹുവിനോട് ചോദിക്കാം. അപ്പോൾ ഇതാണ് ദുആഇൻ്റെ രൂപം. ദുആ അവസാനിപ്പിക്കുമ്പോൾ ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ നമ്മൾ സാധാരണ പറയുമ്പോൾ സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് നമുക്ക് പറയാം. അത് വലിയ ഖൈറാണ്. അത് കഴിഞ്ഞ് പിന്നെ അറിയാവുന്ന സ്വലാത്തും 3 പ്രാവശ്യം പറഞ്ഞ് നമുക്ക് ദുആ അവസാനിപ്പിക്കാം. ഇത് മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും ഈ ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് സ്വലാത്ത് 11 വട്ടം പറഞ്ഞ്, അതുപോലെ യാ ഖാദിർ യാ അല്ലാഹ് 11 വട്ടം പറഞ്ഞ് നമ്മൾ ദ്വാരക്കുക. അല്ലാഹു തആല ആ ആവശ്യം, ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് വേണ്ടി ആ ജോലി ഹൈറായിട്ട് ആ ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ ദ്വാരക്കുന്നതെങ്കിൽ ആ ജോലി കിട്ടിയാൽ നമുക്ക് നല്ലതാണ്, നന്മയാണെങ്കിൽ അല്ലാഹു ആ ജോലി തരും. ഇപ്പോൾ 2 കല്യാണ ആലോചന വന്നിട്ടുണ്ട്, ഇത് വേണോ ഇത് വേണോ, നമ്മൾ ദുആ ചെയ്യുക. ഹാജത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവേ എനിക്ക് 2 ആലോചന വന്നിട്ടുണ്ട്, ഏതാണോ ഹൈർ അതെനിക്ക് അടുപ്പിച്ച് തരണേ, നമ്മൾ ദുആരക്കുക. അപ്പോൾ ഹൈറായത് നമുക്ക് അടുപ്പിച്ച് കിട്ടും. അല്ലെങ്കിൽ 2 ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിച്ചു, ചിലപ്പോൾ കായക്കച്ചവടം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഹോട്ടലിടാൻ ഉദ്ദേശിക്കുന്നുണ്ടാകും. ഇതിൽ ഏതാണ് ഹൈർ, അപ്പോൾ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് ദുആരക്കുക, റബ്ബേ ഇതിനകത്ത് ഏതാണോ ഹൈർ അതെനിക്ക് നീ അടുപ്പിച്ച് തരണേ അല്ലാ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനോ അല്ലെങ്കിൽ വിലക്ക് വാങ്ങാനോ പോകുന്നു, 2 വീട് കണ്ടു, അപ്പോൾ
അപ്പോൾ ഏത് വീട് ഖൈറായിട്ട് കിട്ടണം? അപ്പോൾ ഏതാണോ റബ്ബേ ഖൈർ അത് നീ എനിക്ക് അടുപ്പിച്ച് തരണേ അല്ലാ. അപ്പോൾ ഈ ഒരു ഹാജത്ത്, ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ ഈ നിസ്കാരം ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഈ നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു, അതിൻ്റെ കോലം പറഞ്ഞു, അതിൻ്റെ നിയ്യത്ത്, റക്അത്ത്, സൂറത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിശദമായി. അപ്പോൾ സഫർ മാസത്തിലാണുള്ളത്. സഫർ മാസത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. സഫർ മാസത്തിൽ എല്ലാ ദിവസവും നല്ലതാണ്. പിന്നെ ഓരോ മാസത്തിലും വ്യത്യസ്തമായ നഹ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് ഇമാമുമാരെ പറഞ്ഞു തന്ന നഹ്സ് മിക്ക മാസത്തിലുമുണ്ട്. പ്രത്യേകിച്ച് എല്ലാ അറബി മാസത്തിൻ്റെയും ഒടുവിലത്തെ ബുധനാഴ്ച അത് നഹ്സുള്ള ദിവസമാണ്. അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കലാണ് നല്ലത്. പിന്നെ ബാക്കിയുള്ള എല്ലാ ദിവസവും ഒന്നിനും കൊള്ളൂല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഏത് ദിവസമാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും സുബ്ഹി നമസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുക. അത് കഴിഞ്ഞ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്റും അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്റും പറഞ്ഞ് ഒരു 3 വട്ടമെങ്കിലും ചുരുങ്ങിയത് എല്ലാ നിസ്കാരത്തിന് ശേഷവും പറയാം. പ്രത്യേകിച്ച് സുബ്ഹി നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ അന്നത്തെ ആ പകലിൽ എന്തൊക്കെ അപകടങ്ങൾ പ്രയാസങ്ങളുണ്ടോ എല്ലാത്തിനും തൊട്ടും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വെള്ളിയാഴ്ചയാണ്, പരമാവധി ഖുർആനോത്തും ദിക്റും മൗറാദൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുക. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ സമാധാനവും റാഹത്തും ഇസ്സത്തും ബറക്കത്തും നൽകി നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് നമ്മളിപ്പോൾ ഹാജത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞു. ഇത് വല്ലപ്പോഴും നിസ്കരിക്കേണ്ട, അല്ലെങ്കിൽ പുരുഷന്മാർ നിസ്കരിക്കേണ്ട, സ്ത്രീകൾ നിസ്കരിക്കേണ്ട നിസ്കാരമാണ്, റമളാനിൽ നിസ്കരിക്കേണ്ടതല്ലേ, അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം. പിന്നെ ആർക്ക് വേണമെങ്കിലും നിസ്കരിക്കാം. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കൊക്കെ നിസ്കരിക്കാം. സാധാ സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ കുറേ പറഞ്ഞപ്പോൾ ആളുകൾക്ക് തോന്നിയേക്കും ഇതെന്തോ കടിച്ചപ്പൊട്ടാത്ത നിസ്കാരമാണെന്ന്. അല്ല, സാധാ സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ അതിൻ്റെ നിയ്യത്തിലുള്ള വ്യത്യാസമാണ്. പിന്നെ സൂറത്ത് നമുക്ക് ഓതാൻ അറിയാമല്ലോ. സൂറത്തുൽ കാഫിറൂനാണ് ആദ്യത്തെ റക്അത്ത്, പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസാണ്. പിന്നെ അതിനുശേഷം 11 വട്ടം സ്വലാത്ത് പറയുക, പിന്നെ 11 വട്ടം യസ്മ പറയുക. ഇതേ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സാധാ സുന്നത്ത് നിസ്കാരമാണ്. അതിൻ്റെ നിയ്യത്ത് ശ്രദ്ധിച്ചാൽ മതി. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ഇതേ നിയ്യത്തിലുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേര്, വയനാട്ടിൽ ആ ഉരുൾപൊട്ടലൊക്കെ മരണപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസ പ്രശ്നങ്ങളെ തൊട്ടും അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.